പ്രവാസ ലോകത്തും ഇത് ആഘോഷങ്ങളുടെ നല്ല പൂക്കാലം, ഹൃദയങ്ങൾ തമ്മിലെ ഐക്യത്തിനുള്ള മികച്ച അവസരവും. ലുലു വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓണാഘോഷത്തിൻ്റെ പൊലിമയിലാണ് പ്രവാസ ലോകവും. വാരാന്ത്യ അവധി ദിനങ്ങളിലാണ് പ്രവാസ ലോകത്തെ ഓണാഘോഷം. അതുകൊണ്ട് തന്നെ അടുത്ത ചില മാസങ്ങൾ തന്നെ ഈ ഓണാഘോഷം പ്രവാസ ലോകത്ത് നീണ്ടു നിൽക്കും. തിരുവോണപ്പുലരിയുടെ തിരുമുൽ കാഴ്ചകൾ ഏറ്റുവാങ്ങാൻ പ്രവാസ ലോകവും ഒരുങ്ങിക്കഴിഞ്ഞു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അവധിക്കാലത്താണ് ഗൾഫ് നാടുകളിൽ ഓണം എത്തുന്നത്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒരാഴ്ചയിലേറെ നീളുന്ന പൊതു അവധിയായതിനാൽ പലർക്കും നാട്ടിൽ ചെന്ന് ഓണം ആഘോഷിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. നാട്ടിൽ പോകാൻ സാധിക്കാത്ത മലയാളികൾ തങ്ങളുടെ ദേശീയോത്സവം ഇവിടെ തന്നെ കൊണ്ടാടാനുള്ള ഒരുക്കത്തിലുമാണ്. പൂക്കളവും പൂവിളിയും ഓണപ്പാട്ടുകളുമായി മാവേലി നാടിന്റെ ഓർമ്മകളെ തുയിലുണർത്തുകയാണ് മറുനാടൻ മലയാളികൾ. പ്രവാസ ലോകത്തെ ആഘോഷങ്ങൾക്ക് മതത്തിന്റെയോ ജാതിയുടെയോ അതിരുകളില്ല. ഇത്തവണ പെരുന്നാൾ പിറ്റേന്നാണ് തിരുവോണം. ഉത്രാടം എത്തുന്നതിന് മുൻപ് തന്നെ പ്രവാസി മലയാളികൾ പാച്ചിലിലാണ്. ഓണം ഈദ് സംഗമങ്ങളാൽ ബഹളമായിരിക്കും ഇനിയുള്ള നാളുകൾ. എണ്ണിയാൽ തീരാത്ത മലയാളി കൂട്ടായ്മകളാണ് ഗൾഫിലുള്ളത്. കേരളത്തിന്റെ വസന്തോത്സവത്തെ വർണ്ണാഭമാക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ പ്രവാസി കൂട്ടായ്മകളും. ഒരു 45-46 സംഘടനകൾ തന്നെ കുവൈറ്റിലുണ്ട്. അവരെല്ലാവരും തന്നെ ഓണം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് വരുന്നുണ്ട്. ഓണം ഇവിടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു കൂട്ടായ്മ എന്നോണം ഒരു ഓണസദ്യയും അതുപോലെ തന്നെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാമുമായിട്ട് ഒതുക്കി നിർത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള കുട്ടികളെ അവർക്ക് ഓണത്തെപ്പറ്റി നമ്മളുടെ സങ്കല്പത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുവാൻ പല സംഘടനകളും അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നവർ തന്നെ അത് മുന്നിട്ട് വരുന്നില്ല എന്ന് എനിക്ക് പ്രവാസി സംഘടനകളുടെ ഓണാഘോഷ പരിപാടികൾ ചിങ്ങമാസത്തിൽ ഒതുങ്ങുന്നതല്ല. മാസങ്ങളോളം ഓരോ വാരാന്തങ്ങളിലും ഓണം കൊണ്ടാടപ്പെടും. പല പേരുകളിലാണെങ്കിലും ആഘോഷ രീതികളും പരിപാടികളും ഏറെക്കുറെ ഒന്ന് തന്നെ. മാവേലി എഴുന്നള്ളിപ്പും ഓണസദ്യയും പിന്നെ കുറെ സാംസ്കാരിക പരിപാടികളും എന്ന രീതിയിൽ നിന്ന് ചില സംഘടനകളെങ്കിലും മാറി ചിന്തിക്കുന്നു എന്നത് വളരെ ആശാവഹമാണ്. നാട്ടിലേതുപോലെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും കളിച്ചും തിമിർത്തും ആഘോഷിക്കേണ്ടതാണ് ഓണമെന്ന് പ്രവാസികളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്തിനാ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അറിയാമോ? എല്ലാവർക്കും അറിയോ? ഇല്ല. അപ്പോൾ ഓണം ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു കഥയുണ്ട് അതിൻ്റെ പിന്നിൽ. ഓക്കെ, അത് ആൻറ്റി പറഞ്ഞുതരാം. പണ്ട് മഹാബലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു അസുര രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അസുര രാജാവിൻ്റെ നാട്ടിലാണ് ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമായിട്ട്
പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാണ്മയെ തിരിച്ചുപിടിക്കാനുള്ള വിശേഷ അവസരമാണ് ഓരോ ഓണക്കാലവും. നമ്മൾ ഒരുപാട് ഓണം ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ഗൾഫിൽ വളരുന്ന കുട്ടികൾക്ക് അത് വളരെ പ്രയാസകരമായ സംഗതി. അതാണ് നമ്മൾ ഈ സന്തോഷം ഇവിടെ ചെലവഴിക്കുന്നത്. ഈ മരുഭൂമിയിൽ ഇതുപോലെ പച്ച പിടിച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾ കുട്ടികൾക്ക് ഓണത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഈ തരുണത്തിൽ അവർ പാട്ടുപാടിയും അതുപോലെ പൂക്കളമിട്ടും ഈ ആഘോഷം ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നാടൻ പാട്ടുകളും മണ്ണിന്റെ മണമുള്ള കഥകളും കേട്ടുകൊണ്ടാകട്ടെ ഇത്തവണ കുട്ടികളുടെ ഓണാഘോഷം. ലുലു വീക്കെൻഡ് റിവ്യൂയിൽ ചെറിയൊരു ഇടവേള.